ശരിക്കും ഞാൻ എപ്പോഴും എനിക്കൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് താങ്കൾ നമ്മൾ തമ്മിൽ പങ്കെടുത്തപ്പോഴും ഞാൻ താങ്കളോട് ചോദിച്ചിരുന്നു ഒരു സ്വാമിയുടെ പരിവേഷം ഉണ്ടാക്കാൻ താങ്കൾക്ക് എളുപ്പമായിരുന്നു. തീർച്ചയായിട്ടും. എന്നിട്ട് താങ്കൾ അത് ശ്രമിച്ചില്ല. മണ്ടത്തരമായി പോയി ജീവിതത്തിൽ. അത്യാവശ്യം 10 തുട്ടുണ്ടാക്കാമായിരുന്നു. അട്ടപ്പാടിയിലൊക്കെ ഇപ്പോഴും ആൾക്കാരെ വിളിക്കുന്നുണ്ട് ദീപാത്ഭുതം കാണിച്ചിട്ട്. കാര്യം അന്തരീക്ഷത്തിൽ നിന്ന് താങ്കൾ ഭസ്മമൊക്കെ എടുത്ത് എനിക്ക് കൈ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ദിവസം ഉറങ്ങിയില്ല. എനിക്ക് 20 കൊല്ലത്തേക്ക് മതിയായി. ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഇതെടുത്ത് തന്നാ ആദ്യം. ഞങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ച കണ്ടള ബാബയ്ക്ക് വേണോ? നോക്കിക്കോളൂ. അപ്പോ ബാബു സ്വാമി മതി മതി. ചുള്ളിസ്വാമി കൊടുക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. ഓക്കെ, റെഡി. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഇതൊരു മാജിക് ആണ്. പക്ഷെ ഇത് വേറെ ആൾ കാണിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതപരമായ ഒരു പരിപാടിയായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ താങ്കൾക്ക് എന്താ തോന്നിയത്? പ്രബുദ്ധ കേരളം. എങ്ങോട്ടാ പോകുന്നത്? ചിരിക്കാനല്ലാതെ എന്ത് പറയാനാ? കാരണം നമ്മുടെ ഇടയിൽ നിരവധി ഈ മനസ്സ് അല്ലെ വിഷമങ്ങളോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമാധാനം നഷ്ടപ്പെട്ടവരും ബിസിനസ് നഷ്ടപ്പെട്ടവരും അങ്ങനെ മനസ്സ് താളം തെറ്റിയ ആൾക്കാരുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് അവിടെ ഒരു സ്വാമിയുണ്ട്, നമുക്ക് വടപ്പ് കളയാം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള അവരുടെ സ്വാമി എന്ന് പറയുമ്പോൾ ഈ കൺസെപ്റ്റാണ്. ഇതുപോലെ ഇരിക്കും. ഇതാണ് സ്വാമി. അത് ലുക്ക് പ്രശ്നം. അതിൽ മറ്റേത് വേറെ. രണ്ടുപേരുടെ സംസാരത്തിന്റെ പ്രത്യേകത കണ്ടില്ലേ? എന്താ വാചാരിയോ? അവർ സത്യത്തില് ഇവരൊക്കെ എവിടായിരുന്നു ഈ കോവിഡ് സമയത്ത്? എവിടായിരുന്നു ചിന്തിച്ച്? ഇവരെ നമ്മുടെ ജനങ്ങൾക്ക് പല വീട്ടിലും അരിയും ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാൻ ഞാൻ മേലാറ്റൂരായിരുന്നു. കൊണ്ട കൊടുത്തതല്ല, നിരവധി പ്രവാചകന്മാര് നമുക്കുണ്ട്. അതുപോലെ സ്വാമിമാര്, ഈ മനുഷ്യ ദൈവങ്ങൾ എവിടെ മുക്കിനും മൂലയ്ക്കും എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ ഇവരെ ജനങ്ങളെ കൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് പ്രവാചകന്മാര് എവിടായിരുന്നു? ഇവരൊക്കെ പ്രവാചകന്മാര് കോവിഡ് സമയത്ത് 20 മാസക്കാലം ലക്ഷക്കണക്കിന് ആൾക്കാരെ മരിക്കപ്പെട്ടു, അല്ലെ, മരണപ്പെട്ടു. പിന്നെ അതുപോലെ എത്രയോ നഷ്ടങ്ങൾ ലോകത്തിനുണ്ടായി. ഞാൻ തുറന്നങ്ങ് ചോദിക്കാം സാമ്രാജ്, ഇത് തട്ടിപ്പാണോ? എന്തുകൊണ്ട് ഇവർക്കൊന്ന് പ്രവചനം നടത്തിക്കൂടായിരുന്നു? ശുദ്ധ തട്ടിപ്പാണ് ഇതെല്ലാം. അല്ലല്ല, അത് പറയണ്ട. ചെയ്യുന്നത് ഞാനിപ്പോ ഈ തമിഴ്നാട്ടിൽ പ്രോഗ്രാമിൽ പോയപ്പോഴേ ഈ ഓം ജഗദീശ്വര എന്നൊരു പാട്ട് പാടിക്കൊണ്ട് അന്തരീക്ഷത്തിൽ പറന്നുയരും. അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് ഭസ്മമൊക്കെ ഇതുപോലെ ഭസ്മമൊക്കെ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ സ്ത്രീകള് ഗ്രാമത്തിലാണ്, ഇവരെല്ലാം എന്റെ കാലേ തൊട്ട് വന്നിച്ച് അമ്മേ മഹാമാരി, നിങ്ങൾ മിണ്ടാതെ ഇവരാണ് ഇങ്ങനെ പാവങ്ങള്. പക്ഷെ എനിക്ക് വേണേ അവിടെ ഒരു മാജിക്കാ അല്ലേ? പ്യുവർലി ദിസ് സ്പീഡ് മാത്രമേ ഉള്ളൂ. ഈ കാണിച്ചതും ജസ്റ്റ് മാജിക് ആണ്. ഈ മനുഷ്യ ദൈവങ്ങൾ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും ഞങ്ങൾ മാന്ത്രികർ ഞങ്ങളുടെ സ്റ്റൈലിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ പക്ഷേ താങ്കൾ ഒരു അബദ്ധം പറ്റി. ഈ ആൾ ദൈവങ്ങൾക്ക് മനുഷ്യ ദൈവങ്ങൾക്കല്ല ഇപ്പൊ PR ഏജൻസി ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ എഴുതിപ്പെട്ട ആളുണ്ട്. നിങ്ങൾ ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, വേറെ എവിടെ എത്തിയാലും നമ്മളങ്ങനെ മാജിക്കിനെ നമ്മൾ ആനയാണ് ചേനയാണ് മാജിക്കിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഓർക്കുക, ഇതെല്ലാം തട്ടിപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.